ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള കറൻറ്റ് എനർജിയാണ്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇപ്പോൾ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഓവറോൾ എനർജി നോക്കാം. അവരുടെ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഏത് തരത്തിലാണ്? Okay, Page of Pentacles, Moon, Three of Swords, Knight of Pentacles, Justice, Queen of Cups, Two of Pentacles, Hierophant, Ace of Wands, Nine of Swords, High Priestess, Seven of Wands, Eight of Cups, and one more, Queen of Swords. അപ്പോൾ നമ്മൾ തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു കറൻറ്റ് എനർജി അല്ലെങ്കിൽ അവരുടെ ഒരു സിറ്റുവേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി എനർജി നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത് അവരുടെ ഒരു റീഡിംഗ് ആയിട്ട് പോലും ഇതിനകത്ത് നിങ്ങളുടെ ചില എനർജീസ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് ഇവിടെയുള്ള ഈ ഒരു തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്ന വ്യക്തി ആരാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ആ ഒരു എനർജി ആരുടേതാണെന്നുണ്ടെങ്കിലും അവർ നിങ്ങളുടെ കാര്യത്തിൽ കൂടി ഒരുപാട് കൺസേൺ ആവുന്ന ഏതോ ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ്. അപ്പോൾ നിലവിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ട് തൃപ്തികരമായിട്ടുള്ള അന്തരീക്ഷത്തിലല്ല പോകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഒരു കണക്കുകൂട്ടൽ അനുസരിച്ചോ അല്ലാന്നുണ്ടെങ്കിൽ അവരെന്താണോ നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതോ ആ ഒരു രീതിയിലല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു വിഷമം അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ട് ഈ ഒരു തേർഡ് പാർട്ടിക്ക് ഇപ്പോൾ നിലവിലുള്ളതായിട്ട് തന്നെ നമുക്ക് കാണാം. നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജി എന്ന് പറയുന്നത് മേ ബി ഇവരൊരു ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിൽ പോകുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. അതായത് വളരെ കോൺസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പാർട്ടിയോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അതിനകത്ത് ആ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞതുപോലെ തേർഡ് പാർട്ടി വളരെയധികം അസ്വസ്ഥമായിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ചില സമയത്ത് നിങ്ങളുടെ വ്യക്തി അവിടെ വളരെ കാര്യമായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചില സമയത്ത് ഒരു ഓഫ് ആവുന്ന പോലെയുള്ള രീതിയിൽ പോകുന്നുണ്ടാവും. അതായത് ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ എന്നുള്ള രീതിയിലായിരിക്കാം അവരുടെ റിലേഷൻഷിപ്പ് പോകുന്നത്. അപ്പോൾ കാര്യങ്ങൾ ഇവർ വിചാരിക്കുന്ന പോലെ നീങ്ങുന്നില്ല, വളരെ സ്ലോയിൽ ആയിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ ഒരു പേഴ്സൺ, അതായത് ഈ ഒരു തേർഡ് പാർട്ടി കരുതുന്നത് പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളത് തന്നെ നമുക്കിവിടെ കാണാം. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മൂൺ എനർജി, ടു ഓഫ് പെൻറ്റക്കിൾസ് എനർജിയൊക്കെ കാണാനായിട്ട് കഴിയും. അതായത് രണ്ട് കാര്യങ്ങൾ ബാലൻസ് ചെയ്യുന്നുണ്ട്. അതിലൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളായിരിക്കും, ഒരു കാര്യം തേർഡ് പാർട്ടി ആയിരിക്കും. അവരുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന നിലവിലുള്ള രണ്ട് കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളെക്കുറിച്ച് ആലോചിച്ച് വളരെ കൺസേൺ ആയിട്ടിരിക്കുകയാണ്. അതായത് ഈ ഒരു പേഴ്സണ് നിങ്ങളോടാണ് കൂടുതൽ താല്പര്യം, അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് ഇവരിലേക്ക് ഒരു അറ്റാച്ച്മെൻറ്റ് ഇല്ലാത്തത് എന്നൊക്കെയുള്ള ചിന്തകളായിരിക്കാം. അല്ലെങ്കിൽ അതുകൊണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് ഇടയ്ക്കിടയ്ക്ക് ഒരു ഓഫ് സിറ്റുവേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന അനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി ചില സമയത്ത് അവർക്കായിരിക്കാം പ്രാധാന്യം കൊടുക്കുന്നത്, ചില സമയത്ത് നിങ്ങൾക്കായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി എന്തായാലും അങ്ങനെയാണ് കരുതുന്നത്. അവർക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ പേഴ്സണ് ഇവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടി എനർജി അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങളാണ് തേർഡ് പാർട്ടി. അത് അവർക്ക് ഒരുപാട് വേദന ഉണ്ടാക്കുന്നു. അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി എനർജി ആരാണെന്നുണ്ടെങ്കിൽ അവരതിനെക്കുറിച്ച് ഓർത്ത് ഒരുപാട് വറീഡ് ആവുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ കറൻ്റ്ലി നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്ന വ്യക്തി ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയും അവരുമായിട്ട് ഇവർ ആഗ്രഹിക്കുന്ന രീതിയിൽ റിലേഷൻഷിപ്പ് പോകാനായിട്ട് അവരെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവാം.
പലരോടും അഡ്വൈസ് ചോദിക്കുന്നുണ്ടാവാം. ആ ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ടാരോ റീഡിംഗ് കാണുന്നു, അല്ലെങ്കിൽ പേഴ്സണൽ റീഡിംഗ് എടുപ്പിക്കുന്നു, കാര്യങ്ങൾ അറിയുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ചിലവർ ഇപ്പോൾ വഴിപാട് കഴിപ്പിക്കുന്നു. അങ്ങനെ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ ഇവിടെയുള്ള ഈ ഒരു തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്ന വ്യക്തി, ഈ ഒരു സ്പ്രെഡിനകത്ത് നമുക്ക് കാണുന്ന വ്യക്തിയും ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങളും അവരുടെ റിലേഷൻഷിപ്പിൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ടാവാം. പലരോടും കാര്യങ്ങൾ അന്വേഷിക്കുക, അല്ലെങ്കിൽ അഡ്വൈസ് തേടുക. അല്ലാന്നുണ്ടെങ്കിൽ സ്പിരിച്വലി ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. ചില സമയത്ത് ബ്ലാക്ക് മാജിക് പോലുള്ള കാര്യങ്ങളായിരിക്കും. അങ്ങനെ എന്ത് വേണമെന്നുണ്ടെങ്കിലും അവർ അവരുടെ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ വ്യക്തിയായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റേബിളായിട്ട് പോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മാനിഫെസ്റ്റേഷൻ എനർജീസ് നമുക്ക് വളരെ കാര്യമായിട്ട് കാണാം. ഇവിടെ ഈ ഒരു ക്യൂൻ ഓഫ് കപ്സ് എനർജി, അതുപോലെ ഈ സഫോൺസ് എനർജി, ഹൈ പ്രിസ്റ്റസ് എനർജി, ഇതെല്ലാം സ്ട്രോങ് ആയിട്ട് ആ ഒരു മറ്റു പല കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു മാനിഫെസ്റ്റേഷൻ കൂടി ഇതിനകത്ത് നടക്കുന്നുണ്ട്. തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. നമ്മൾ വിചാരിക്കുന്ന കാര്യം വിചാരിച്ചിടത്ത് കിട്ടണം എന്ന് നമ്മൾ പറയില്ല, ആ പറഞ്ഞ രീതിയിലുള്ള ഒരു സ്ട്രോങ് ആൻഡ് വൈബ്രൻ്റ് എനർജി കൂടി നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തി അവിടെ ഇമോഷണലി അവൈലബിൾ അല്ല, അല്ലെങ്കിൽ ഇവർ ആഗ്രഹിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു എന്താ പറയുക, ഹറിബറി നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയായിട്ട് ഒന്ന് അകന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ വീണ്ടും ചിലപ്പോൾ അവരോട് അറ്റാച്ച്മെൻറ്റ് കാണിച്ച്, അല്ലെങ്കിൽ അവിടെ ഒരു ന്യൂ ബിഗിനിങ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പോയിട്ടുണ്ടാവാം. പക്ഷേ തേർഡ് പാർട്ടി വിചാരിക്കുന്ന രീതിയിൽ ആ ഒരു ന്യൂ ബിഗിനിങ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വീണ്ടും അവർ സ്റ്റക്കായി പോകുന്ന അവസ്ഥ അതിനകത്ത് ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ ഈ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആയിട്ട് വരിക എന്ന് പറയുന്നത് ഏത് റിലേഷൻഷിപ്പിൽ പെട്ട ആൾക്കാരാണെന്നുണ്ടെങ്കിലും, അതിപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയാലും തേർഡ് പാർട്ടിയുടെ റിലേഷൻഷിപ്പ് ആയാലും മറ്റാരുടെ ആണെന്നുണ്ടെങ്കിലും, ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും അത് അനുഭവിക്കുന്ന വ്യക്തിക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. കാരണം ഒരു കാര്യങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇടയ്ക്ക് വരുന്നു, ഇടയ്ക്ക് പോകുന്നു, ഇടയ്ക്ക് നല്ല രീതിയിൽ വരുന്നു, പിന്നെയും എന്തൊക്കെയോ പ്രശ്നങ്ങൾ എന്നുള്ള ആ ഒരു എനർജി പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇവിടെയും അതേ പ്രശ്നമുണ്ട്. ഇവർ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ പോകുന്നില്ല. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കാണാം, ഈ ഒരു തേർഡ് പാർട്ടിക്ക് ഒരു ജസ്റ്റിസ് ഇല്ല എന്നുള്ള രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന പോലെയുള്ളൊരു തുല്യത അവർക്ക് ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് കിട്ടുന്നില്ല. കാരണം ഇവിടെ നമ്മൾ കണ്ടതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ഇത് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ചില സമയത്ത് അവർ എനർജിയിലാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് ഡൗൺ എനർജിയിലേക്ക് പോകുന്നു. അത് ഈ ഒരു പേഴ്സണ് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു 3 ഓഫ് സോർട്സ് എനർജി, 9 ഓഫ് സോർട്സ് എനർജിയൊക്കെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അത്രയും അധികം ഒരു കാര്യങ്ങൾ കൺട്രോളിലാവാത്തതിൻ്റെ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ അവർ കടന്നു പോകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞതുപോലെ അവരെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ, അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ റിലേഷൻഷിപ്പ് മാറ്റിയെടുക്കാനായിട്ട്, ഇപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും ഫാമിലി ആയിരിക്കാം, ചിലർക്ക് മറ്റൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, ചിലവർക്ക് എക്സ് ആയിരിക്കാം, ആര് വേണമെന്നുണ്ടെങ്കിലും ആവാം. അപ്പോൾ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഉള്ള ഒരു സ്റ്റെബിലിറ്റി അവർക്ക് കിട്ടാൻ, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ കണ്ടതുപോലെ ഒരു ജസ്റ്റിസിലേക്ക് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവർ മാക്സിമം എഫേർട്ട് എടുക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അവരിൽ നിന്ന് അകന്ന് ഒരുപാട് ദൂരെ പോയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് പോലെ ഈ ഒരു 7 ഓഫ് വാൺസ് എനർജി, അതുപോലെ 8 ഓഫ് കപ്സ് എനർജി, അതായത് ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നുണ്ട്, ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. മാനസികമായിട്ട് ഒരുപാട് അകൽച്ചയിലാണ് നിങ്ങളുടെ വ്യക്തി എന്ന് തന്നെ ഇവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചിലപ്പോൾ തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ആവാം. അപ്പോൾ ഈ കറൻ്റ്ലി അതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ അവിടെ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റോ കാര്യങ്ങളോ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് അകന്ന് മാറി ദൂരേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടി വരുന്നു എന്നാണ് തേർഡ് പാർട്ടി ചിന്തിക്കുന്നത്. അപ്പോൾ ഇവർ, അതായത് നിങ്ങളുടെ വ്യക്തി അവിടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുമുണ്ട്. ആ ഒരു പഴയ അടുപ്പ് അവരോട് കാണിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ്, ഒരു കയ്യകലം വെച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെയാണ് ഇവരാകെ പാനിക്കായിട്ടിരിക്കുന്ന ഒരു എനർജി നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ലാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വന്നിരിക്കുന്നത് ഈ ഒരു എനർജിയാണ്. ദാറ്റ് മീൻസ് അവർ പ്ലാനിങ്ങിലാണ്, അല്ലെങ്കിൽ ദീർഘവീക്ഷണം, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുക, എന്താ പറയുക, നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് ഒരുപാട് ആലോചിച്ച്, അല്ലെങ്കിൽ കുറുക്ക് വഴികൾ ആലോചിക്കുന്നതായിരിക്കാം. ആ ഒരു രീതിയിൽ ആലോചിച്ചിരിക്കുന്ന ഒരു എനർജിയിലാണ് നമുക്കിപ്പോൾ ഇത് വന്ന് എൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓവറോളായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഓവറോൾ എനർജി ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ അത്രയധികം അടുപ്പത്തിലല്ല തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നത്. തേർഡ് പാർട്ടി ആയിട്ട് ഒരു ഡിസ്റ്റൻസ് സൂക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പഴയ ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ അവിടെ ചെയ്യുന്നില്ല. അതിൽ തേർഡ് പാർട്ടി വളരെയധികം വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ വിഷമിച്ച് അവിടെ തന്നെ ഇരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അതിന് വേണ്ടിയിട്ട് ഇനി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു എനർജി കൂടി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഓൾറെഡി അവരും ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റേബിളായി പോകാനായിട്ട്, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജസ്റ്റിസ് അതിൽ കിട്ടാൻ വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് കാര്യങ്ങളും ആവാം, നമ്മൾ പറഞ്ഞ പോലെ ബ്ലാക്ക് മാജിക് എനർജിയോ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സണെ
അവർ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമങ്ങൾ നടത്തുന്നതായിട്ടാണ് നമുക്കിപ്പോൾ കറൻ്റ്ലി കാണാനായിട്ട് കഴിയുന്നത്. ഇനി നമുക്ക് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ അല്ല, നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ് നോക്കുന്നത്. ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇപ്പോൾ ഉള്ളൊരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവരുടെ ഒരു ഫീലിങ്സ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് തന്നെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഡെവിൾ എനർജി, 9 of Swords, 6 of Pentacles, Justice, 3 of Swords, 10 of Cups, Oracle of Swords, 2 of Wands, Empress, 4 of Cups, Hermit energy, 10 of Pentacles, World. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ അവരുടെ ഒരു ഇപ്പോഴുള്ള ഒരു ഇമോഷൻസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മളെടുത്ത ഈ ഒരു സ്പ്രെഡിൽ ഒരു പ്രത്യേകതയുണ്ട്. അത് ചിലർക്കെങ്കിലും മനസ്സിലായി കാണും എന്താണെന്നുള്ളത്. കാരണം നമ്മൾ നേരത്തെ തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ആ ഒരു എനർജി കോംബോ എടുത്തപ്പോൾ അതിനകത്ത് വന്നിരിക്കുന്ന 3 കാർഡ്സും സെയിം ആയിട്ട് നമുക്ക് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആ ഒരു 9 of Swords എനർജി, 3 of Swords എനർജി ആൻഡ് ജസ്റ്റിസ്. അവിടെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തേർഡ് പാർട്ടിയെ മുൻനിർത്തിയാണ് നമ്മൾ അവിടെ കണ്ടതെങ്കിൽ ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ആ ഒരു എനർജിയിൽ നമുക്കത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. കാരണം തേർഡ് പാർട്ടി മൂലം ഒരുപാട് വിഷമിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സണാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്ത് നിങ്ങളുടെ വ്യക്തി ഒരുപാട് വിഷമിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാം. അവിടെ നമ്മൾ തേർഡ് പാർട്ടിയാണ് കുറച്ച് കാര്യങ്ങൾ വിചാരിക്കുന്ന പോലെ നടക്കാത്തതിൽ ദുഃഖിച്ചിരിക്കുന്ന ഒരവസ്ഥ കണ്ടതെങ്കിൽ ഇവിടെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്ത് ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു സമാധാനം ഇല്ല എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. മാത്രമല്ല അവിടെ തേർഡ് പാർട്ടിയാണ് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആഗ്രഹിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഒരു എന്താ പറയുക, വിട്ട് കളയാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു അട്രാക്ഷൻ ഉണ്ട്. അവർ വിചാരിച്ചാൽ പോലും അവർക്ക് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് ഊരിപ്പോകാൻ കഴിയില്ല. ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ നിങ്ങൾ നോ കോൺടാക്റ്റിലായിരിക്കാം, എങ്കിലും മാനസികമായിട്ട് പറയുമ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മൾ ബിഹേവ് ചെയ്യുന്നതോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സിറ്റുവേഷനോ അല്ല നമ്മളുടെ മനസ്സിൽ, അല്ലെങ്കിൽ നമ്മളുടെ ഫീലിങ്സ് എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ഇമോഷൻ എന്താണ്, അല്ലെങ്കിൽ നമ്മളെ ഏത് രീതിയിലാണെന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി പറഞ്ഞു കൊടുക്കുമ്പോഴായിരിക്കും മറ്റൊരാൾ അറിയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് മാറി പോകാൻ ശ്രമിച്ചാൽ പോലും അവർക്ക് അതിന് കഴിയുന്നില്ല. അവർ നിങ്ങളെന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് ചുറ്റും കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ മനസ്സിന് അത് കഴിയില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ അവർക്ക് ഒരുപാട് ഇമോഷൻസും അല്ലെന്നുണ്ടെങ്കിൽ സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണം എന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു തേർഡ് പാർട്ടി മൂലമായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് പ്രശ്നം ഉണ്ടായത്. ചിലർക്കെങ്കിലും ഇത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോലെ അത്രയും ഡീപ്പായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഇനി ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒന്നും അല്ലാന്നുണ്ടെങ്കിൽ പോലും അത്രയും ഒരു എന്താ പറയുക, ആ ഒരു സ്ട്രെങ്ത്തിലാണ് നിങ്ങളുടെ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പ് കാണുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു 10 ഓഫ് കപ്സ് എനർജി ആൻഡ് 10 ഓഫ് പെൻറ്റക്കിൾസ് എനർജി എന്ന് പറയുമ്പോൾ അത് രണ്ടും വരികയാണ്. അത്രയും ആ ഒരു ഫാമിലി ആയിട്ട് കാണുന്ന, അല്ലെങ്കിൽ അത്രയും ഡെപ്തിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ഇമോഷണൽ ഫുൾഫിൽമെൻ്റ് എന്ന് പറയുന്നത് പോലും നിങ്ങളാണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ ഫുൾഫിൽമെൻ്റ് ആയിട്ട് കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ ആ ഒരു എനർജിയിലാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർക്കത് പെട്ടെന്നൊന്നും വിട്ടു പോകാൻ കഴിയാത്തത്. അല്ലെങ്കിൽ തേർഡ് പാർട്ടിയോടാണെന്നുണ്ടെങ്കിൽ അവർ അകലം പാലിക്കുന്നതും നമ്മളിപ്പോൾ തേർഡ് പാർട്ടി എനർജിയിൽ കണ്ടു നിങ്ങളുടെ വ്യക്തി മാനസികമായിട്ട് അകന്നു പോയതായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അവിടെ അവരോട് ആ ഒരു അകൽച്ചയും കാര്യങ്ങളൊക്കെ വരുന്നത് നിങ്ങളോട് ഇത്രയും താല്പര്യം ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ഒരു ഫാമിലി ആയിട്ട്, അല്ലെങ്കിൽ അത്രയും ആ ഒരു ഡീപ്പ് കണക്ഷൻ ആയിട്ട് കാണുന്നത് കൊണ്ടുമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് പോലെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ കാണുന്നത് ആ ഒരു എംപ്രസ് എനർജിയിലാണ്. അപ്പോൾ ആ ഒരു എനർജി എന്ന് പറയുമ്പോൾ ഒരു ഫെമിനിൻ എനർജി എന്നുള്ളതല്ല,
ജെൻഡർ വൈസ് പറയുന്നതല്ല. അത്രയും ആ ഒരു സ്നേഹം അല്ലെങ്കിൽ കെയർ, പ്രൊട്ടക്ഷൻ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ചിലപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾ വരുത്തിയിട്ടുണ്ടാവാം. അവർക്ക് മറ്റാരും ചെയ്യാത്ത സഹായങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടാവാം. അപ്പം അങ്ങനെയുള്ള വ്യക്തികളോട് നമ്മളുടെ ലൈഫിൽ അത് ആരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രത്യേക സ്ഥാനം നമ്മുടെ മനസ്സിലുണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാവരും ഉപേക്ഷിച്ചൊരു ഘട്ടത്തിൽ നിങ്ങളെ ആയിരിക്കും അവരുടെ കൂടെ നിന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു എനർജിയിൽ തന്നെയാണ് അവർ നിങ്ങളെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രസന്റ് സിറ്റുവേഷൻ ഏതാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ യാതൊരു താല്പര്യവുമില്ല. അവിടെയൊന്നും ആ ഒരു പേഴ്സൺ ഒട്ടും ഇൻട്രസ്റ്റഡ് അല്ല. കാരണം ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ ഓർത്തിട്ട് ഈ പേഴ്സൺ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ചിലപ്പോൾ അവിടെ തേർഡ് പാർട്ടി ആയിരിക്കും ഈ ഒരു വ്യക്തിയുടെ പുറകെ നടക്കുന്നത്. ഈ ഒരു പേഴ്സൺ അതിലേക്ക് ചെന്നില്ല എന്നുണ്ടെങ്കിൽ ഏത് വിധേനയും കാര്യങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളോ ബ്ലാക്ക് മാജിക്കോ ഒക്കെ ഉപയോഗിച്ച് നിങ്ങളുടെ വ്യക്തിയെ സ്റ്റിക്ക് ഓൺ ചെയ്ത് അവരിലേക്ക് അടുപ്പിക്കുന്നത് തേർഡ് പാർട്ടി ആയിരിക്കാം. നിങ്ങളുടെ വ്യക്തിക്ക് ചിലപ്പോൾ മാനസികമായിട്ട് ഇഷ്ടം ഉണ്ടായിട്ട് അതിലേക്ക് പോകുന്നതായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഒരു ഓൺ ആൻഡ് ഓഫ് എന്നുള്ള കാര്യം വന്നത്. അവർ പോകാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഏതെങ്കിലും രീതിയിൽ പിടിച്ചു നിർത്തുന്ന ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് തന്നെയാണ് ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പും ആകെ താറുമാറായി കിടക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് സങ്കടമുണ്ട്. ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും അവരുടെ ഒരു ഫ്യൂച്ചറിൽ നിങ്ങൾ വേണം എന്നൊരുപാട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. കാരണം അവർ അത്രയും ആ ഒരു ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുടുംബം, കുട്ടികളൊക്കെ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളെ വിട്ട് കളയാൻ കഴിയില്ല. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഇപ്പോൾ അവിടെയും ഇല്ല, നിങ്ങളുടെ അടുത്തും ഇല്ലാതെ ആകെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. അവർക്ക് ആരോടും ഒന്ന് ഷെയർ ചെയ്യാൻ പോലും പറ്റാതെ ഇരിക്കുന്ന ആ ഒരു സോളിറ്റ്യൂഡ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് ലാസ്റ്റ് വന്നിരിക്കുന്നതും ഈ ഒരു വേൾഡ് എനർജിയാണ്. അവരുടെ ഒരു വേൾഡായിട്ട് തന്നെയാണ് അവർ നിങ്ങളെ കാണുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ സൈക്കിളിനുള്ളിൽ നിങ്ങൾ വേണം, അവരുടെ ലൈഫ് സൈക്കിളിനകത്ത് നിങ്ങൾ വേണം എന്നവർ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളായിട്ട് അകന്ന് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആ ഒരു രീതിയിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പം നല്ല രീതിയിൽ പോകുന്നില്ല, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് എൻഡായി ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് പോകാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതൊരിക്കലും നിന്ന് പോകുന്നില്ല, അത് വീണ്ടും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു പേഴ്സൺ ഒരിക്കലും ഇതിൽ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ആക്ച്വലി നിങ്ങളുടെ വ്യക്തിക്ക് പല കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ തുറന്ന് പറയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജി തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ ഈ ഒരു പേഴ്സണ് നിങ്ങളോടുള്ള ഒരു എനർജി അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഒരു ഫീലിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത്രയും പ്രഷ്യസ് ആയിട്ട് കാണുന്ന ഒരു പേഴ്സൺ ആയിട്ട് തന്നെ നമുക്ക് കാണാം. നിങ്ങളില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇപ്പോൾ എന്താണ് സംഭവിച്ചിട്ടുള്ളത് അതിനകത്ത് ഒരുപാട് വേദനിക്കുന്ന ഒരു പേഴ്സണാണ് ഈ ഒരു വ്യക്തി എന്ന് തന്നെ പറയാം. അവരുടെ ലൈഫിൽ നിങ്ങൾ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്ന ഒരു എനർജി കൂടിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ തേർഡ് പാർട്ടി, നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ ഈ ഒരു കോംബോ ആണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ ഒരു എനർജി സിറ്റുവേഷനായിട്ടൊക്കെ മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടേതെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന എനർജി ആണെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി റിമൂവലാണ് ഇവിടെ ശരിക്കും ഏറ്റവും കാര്യമായിട്ട് വേണ്ടത്. ഇവിടെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടോ കാര്യങ്ങളുള്ളത് കൊണ്ടോ അല്ല, തേർഡ് പാർട്ടി വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെയോ കുതന്ത്രങ്ങൾ ഇതിനകത്തുള്ളത് കൊണ്ടോ ആണ് നിങ്ങൾ തമ്മിൽ ഈ സെപ്പറേഷൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ പോകാതിരിക്കുന്ന അന്തരീക്ഷം ഉണ്ടാകുന്നത്. അപ്പോൾ തേർഡ് പാർട്ടി റിമൂവൽ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ കോൺസ്റ്റൻ്റ് ആയിട്ട് സ്ട്രോങ് ബോണ്ടിങ് ആയിട്ട് പോകാനായിട്ട് അതിനായിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.